അപ്പൊ നിങ്ങൾ വരി ഇതാക്കണം. ഇപ്പൊ ഇതേമാരത്തെ ഒരു 400ഓളം റബ്ബറുകളാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത് കേട്ടോ. ഒന്ന് നോക്കിയ ടാപ്പിംഗ് ആക്കിയ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചത്. ഇതാക്കണം. ഇപ്പൊ നിരവധി എ പട്ട കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ബി പട്ടതാ ഇത്രയാണ് ഇപ്പൊ ടാപ്പിംഗ് ആക്കിയിട്ടുള്ളത് കേട്ടോ. ടാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എവിടെ ഒരു മുഴ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെയാണ് ടാപ്പിംഗ് ആക്കിയിട്ടുള്ളത്. ഇപ്പൊ നിലവിൽ അവര് ഒട്ടുപോലാക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അതെ ഇപ്പൊ ഇങ്ങനത്തെ ചെറിയ മരങ്ങളൊന്നും ഇപ്പൊ ഇതിനകത്ത് കണക്ക് കൂട്ടിയിട്ടില്ല. ഇപ്പൊ ടാപ്പിംഗ് ആക്കിക്കൊണ്ടിരിക്കുന്ന മരങ്ങൾ മാത്രമാണ് 400ഓളം മരങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞത്. ഇതൊക്കെ ഉണ്ടല്ലോ, ഒക്കെ നല്ല നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ആട്ടോ. ടാപ്പിംഗ് ആക്കുന്നതാണെങ്കിലും ഒക്കെ എവിടെ ഒരു കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ലൈനൊക്കെ ഉണ്ടല്ലോ, ഫുള്ള് പ്ലാറ്റ്ഫോറൊക്കെ എല്ലാം നീറ്റായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. നല്ല രീതിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കണം തന്നെയാണ് കേട്ടോ. എന്താ പറയാ, ഏത് പ്രായക്കാർക്ക് വേണേലും പാരെടുത്തോണ്ട് നടക്കാനാണെങ്കിലും ഷീറ്റ് അടിക്കാനാണെങ്കിലും അല്ല ടാപ്പിംഗ് ആക്കാനാണെങ്കിലും പാരെടുത്തോണ്ട് നടക്കാനാണെങ്കിലും ഒക്കെ സുഖമാണ്. പ്ലാറ്റ്ഫോറൊക്കെ നല്ല ക്ലിയറിൽ കിടക്കുന്നതാണ്. പിന്നെ നമുക്ക് എന്താ പറയാ, ഷീറ്റ് അടിക്കാൻ ഇപ്പൊ നിലവിൽ പാടൊരു മെഷീൻ പരയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെയാണ് ഉള്ളത്. ഇനി നമ്മളീ ഒരു പ്ലോട്ട് ചെറിയൊരു ചെരിവുണ്ട്, ഒരു ഏക്കറോളം സ്ഥലം ചെറുങ്ങനെ ചെരിവുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മളെ ഈ ഒരു പ്ലോട്ടിന്റെ മൊത്തത്തിലുള്ള ഒരു ഈ ഒരു ഭാഗത്തു നിന്നുള്ളൊരു ഏകദേശം വ്യൂ ഇപ്പൊ ഈ കാണുന്നതാണ്. അത്യാവശ്യം നല്ല ഈ ഒരു ഭാഗത്ത് ഫുള്ള് അത്യാവശ്യം നല്ല ലെവലായി കിടക്കുന്ന സ്ഥലം തന്നെയാണ്. നമുക്ക് രാത്രി കുറെ 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ ഏറ്റവും ടാപ്പിംഗ് ആക്കിക്കൊണ്ട് നടക്കാനൊക്കെ സുഖം തന്നെയാണ് കേട്ടോ. നോക്കി അത്യാവശ്യം നല്ല